കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇപ്പോ മജീഷ്യനും ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ താരങ്ങൾ അല്ലേ. ഒന്ന് കൈയടിച്ചു കൊടുക്കുമോ? ഓക്കെ, മനോഹരമായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ശീലം തിരഞ്ഞെടുത്തോളൂ. ഇഷ്ടപ്പെട്ട ഏതാണ്? അത് മതിയോ മറ്റത് വേണോ? മജീഷ്യന്റെ കയ്യിലാണ്, നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഒന്ന് കുടഞ്ഞ് കാണിച്ചു കൊടുക്കും. അവർക്കൊക്കെ കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇനി ഈ ടവൽ വേണോ ചേച്ചിക്ക്? ഈ ടവൽ വേണോ? ചിലപ്പോൾ മജീഷ്യൻ തന്നതാണ്, ഇതിലാവും ചിലപ്പോൾ മാന്ത്രികത ഉണ്ടാവുക. അത് തിരിച്ചു വാങ്ങണം, വേണ്ട, അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. എനിക്ക് കിട്ടുന്നത് സന്തോഷമാണ്. ഒന്ന് കൈയടിച്ചു കൊടുക്കാൻ മനസ്സിന്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മനോഹരമായ കാഴ്ചയിലേക്ക്. ഇപ്പോ പരിശീലനം എങ്ങനെയാണ്? ടീച്ചറാണെന്നൊന്നും പറഞ്ഞാല്, ടൈലറിങ് അറിയുന്നൊന്നും പറഞ്ഞാല്, പഠിപ്പിക്കുന്ന ഇത്. അപ്പൊ ഇതാ കാണിക്കും. രണ്ടറ്റവും പിടിച്ച് വലത് കൈയിലേക്ക് വെച്ച് ഇടത് കൈയുടെ ചൂണ്ട് വിരൽ കൊണ്ടോ ഏതെങ്കിലും ഒരു വിരൽ കൊണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കണ്ണുകളെ ഈറനണിയിട്ട് നമ്മുടെ കണ്ണുകളെ ഇമ വെട്ടാതെ നോക്കുമ്പോഴാണ് നമുക്ക് ഇതിലെ സത്യങ്ങൾ തിരിച്ചറിയാം. ശ്രദ്ധിക്കും. ഉള്ളിലേക്ക് തള്ളി വിടാനാണ് പറയുന്നത്. നിങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങളാണ് ഇതിന്റെ മെയിൻ. തള്ളി വിട്ടു. ഓക്കെ, താഴേക്ക് പോയ ചെറിയൊരു തുണ്ടുണ്ടാവും. ആ തുണ്ട് വലിച്ച് മേലോട്ട് മെല്ലെ വലിച്ചെടുക്കുക. മെല്ലെ വലിച്ചെടുത്താൽ ഇങ്ങനെ ഒരു തുണ്ട് വരും. നിങ്ങളും ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചു. ഇനി അപ്പോൾ നമ്മൾ ടൈലറിങ് തുടങ്ങും. ആദ്യം ശീല കിട്ടിയാൽ ഒന്ന് വെട്ടി പരിവാക്കണം. അപ്പോൾ ധൈര്യസമേതം വെട്ടുകയാണ്, പഠിക്കേണ്ട സമയമാണ് അല്ലേ? ഓക്കെ അല്ലേ? വെട്ടിയില്ലേ? വെട്ടി. അപ്പോൾ ഇനി മറ്റതും വെട്ടിക്കൊടുത്തോളും, കാരണം വലിയ ടൈലറൊക്കെ ആണ്. എന്നിരുന്നാലും നമുക്ക് ഇല്ലേ, നമ്മുടെ കയ്യിലൊക്കെ ഒരു ശീല കിട്ടിയാൽ അത് ഷർട്ടിനാണോ പാൻറ്റിനാണോ എന്തിനാണോ അളവിനനുസരിച്ച് നമ്മൾ വെട്ടും. ആ വെട്ടി കാണിച്ചു കൊടുക്കും. ഓക്കെ, വെട്ടി ഒന്ന് കൈയടിക്കോ? ഓക്കെ, വെട്ടിയത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് തയ്യൽ നടക്കുന്നത് അല്ലേ? വെട്ടിക്കഴിഞ്ഞാൽ കത്രികയൊക്കെ താഴെ വെച്ചു. ഇനി ഇതാ ടൈലറിങ്. ഇനിയാണ് ടൈലറിങ്. അത് വെച്ച് അടിക്കുകയാണ്. താഴ്ത്തിക്കോളും വെച്ച്. ഇവിടെ ടൈലറിങ് ഇങ്ങനെയൊക്കെയാണ്. കാരണം ഇനി അത് വെച്ച് അടിക്കണം. സംഭവം നമ്മളുടെ അടുത്തൊരു ശീലമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഷർട്ടാണോ പാൻ്റാണോ എന്തായാലും വരുന്ന ആൾക്ക് ഇഷ്ടപ്പെടണേ എന്നൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. അങ്ങനെ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളൂ. ഓക്കെ, ഇനി നമ്മൾ ഷർട്ട് അതിന്റെ മുതലാളി വന്നിട്ട് നമ്മളത് കാണിച്ചു കൊടുക്കുക. എത്ര പോരെ ദേശത്ത് മതിയോ? ഇങ്ങനെ മതിയോ? അങ്ങോട്ട് നോക്കി നിങ്ങൾ രണ്ടുപേരും കാണിച്ച അപ്പുറത്തേക്ക് ഒന്ന് മാറിക്കൊടുത്തേ മാഷേ. ഇനി അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കൂ. ഇങ്ങനെ മതിയോ? നമ്മുടെ ശീല ഇപ്പൊ ട്രൗസറും അല്ല പാൻറ്